33-ാമത്തെ വാക്യം ആദ്യം നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 10:33. ക്ഷണത്തിൽ ഞാൻ നിന്റെ അടുക്കൽ ആളയച്ചു, നീ വന്നത് ഉപകാരം. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിന്റെ മുമ്പാകെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നമുക്കറിയാം നമ്മൾ ഇന്ന് എവിടാ കൂടിയിരിക്കുന്നേ? മിനിസ്റ്ററിന്റെ മുമ്പാകെ ഞങ്ങൾ കൂടിയേക്കുക. നമ്മളെല്ലാരും ഇന്ന് മിനിസ്റ്റർ ദൈവത്തിന് അതെ. കൊർന്നല്യോസ് വളരെ വ്യക്തമായിട്ട് പറയുക, ഞങ്ങൾ എല്ലാവരും ഇവിടെ കൂടി വന്നേക്കുന്നത് പത്രോസേ, നിന്റെ കയ്യിരിക്കുന്ന ഒന്നും കേൾക്കാനല്ല, കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിന് മുമ്പാകെ കൂടിയിരിക്കുക. നീ വന്ന യാത്രാ വിവരണമോ ഒന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. പുള്ളി കർത്താവ് എന്താണ് ഞങ്ങളെ സംതിങ് അറിയിക്കാൻ വേണ്ടി നിന്നെ അയച്ചിട്ടുണ്ട്. അതിനാ ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് അവിടെ പറയുക. നമ്മളെ തന്നെ നമുക്ക് ഇന്നൊന്ന് ശോധന ചെയ്യാം. പലതരത്തിലുള്ള ആളുകളായി ഇന്നത്തെ കാലത്ത് സഭയിലാണെങ്കിൽ എവിടെ ആയാലും കൂടുന്നത്. മാർഗിടാൻ കൂടുന്നവരുണ്ട്, ഇല്ലയോ? പ്രസംഗത്തിന്റെ മാർഗിടാൻ കൂടുന്നവരുണ്ട്, ആളുകളുടെ മാർഗിടാൻ കൂടുന്നവരുണ്ട്, ചടങ്ങിന് വേണ്ടി വരുന്നവരുണ്ട്. അയ്യോ പോയില്ലെങ്കിൽ എന്തോ ചെയ്യും, അവരൊക്കെ എന്താ വിചാരിക്കും, ഒന്ന് പോയാൽ അങ്ങനെ ഒന്ന് പോകുന്നവരുണ്ട്. അങ്ങനത്തെ പല കാറ്റഗറി. എന്നാൽ ഒരു കൂട്ടം ആളുകളുണ്ട് ഒരുക്കമുള്ള ഹൃദയത്തോടെ വരുന്നവരുണ്ട്. നമുക്ക് എങ്ങനെ ഒരുങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ആദ്യമേ നമുക്ക് നോക്കുന്നത്. നമ്മുടെ കർത്താവിന്റെ നമ്മുടെ നിരൂപണങ്ങളെ പോലും ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സങ്കീർത്തനം 139:2 പറയുന്നു, നിരൂപണം ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നെന്ന്. നിരൂപണം പിന്നെ അവന്റെ മുമ്പിൽ എബ്രായ ലേഖനത്തിൽ അവന്റെ മുമ്പിൽ സകലവും നഗ്നവും മലർന്നതുമായി കിടക്കും, നമുക്ക് ഒന്നുമില്ല. അങ്ങനെ ഒരു ദൈവത്തിന്റെ മുമ്പാകെയാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. നമ്മൾ ഇന്നിപ്പം വന്നിരിക്കുന്നത് നമ്മൾ ആദ്യമേ എല്ലാവരും ആദ്യമേ അതിനു വേണ്ടി നമ്മുടെ ഹൃദയത്തെ നമുക്ക് ഒരുക്കാം. നമ്മുടെ ചിന്താമണ്ഡലവും എല്ലാം ദൈവസന്നിധിയിലോട്ട്. ദൈവം നമ്മളെ കാണുന്നതായിരിക്കാം. ഇതിനകത്ത് നമുക്ക് എല്ലാവർക്കും അത്യന്ത ശക്തി വേണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് നമ്മൾ വന്നേക്കുന്നത്. പക്ഷേ ധാരണ മേല പകരപ്പെടുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് അത് ദൈവം നോക്കുന്നോണെ, ഇത് ജെനുവിൻ കേസാ, ഇത് ജെനുവിൻ കേസാ, യഥാർത്ഥമായ ഒരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് വന്നിരിക്കുന്നതെന്ന്. ദൈവത്തെ ആരും ഒന്നും പഠിപ്പിക്കണ്ട. കർത്താവ് സുവിശേഷത്തിൽ പറയുന്നുണ്ട്, താൻ എല്ലാവരെയും അറിയുന്നതുകൊണ്ട് ഇതിൽ നിന്ന് അവരെ എല്ലാം കർത്താവിന് അറിയായിരുന്നു. ആരും ഒന്നും പറയണ്ട. അല്ലാതെ തന്നെ അവരുടെ എല്ലാ ആറ്റിറ്റ്യൂഡും നമ്മുടെ കർത്താവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് കർത്താവിനെ ആർക്കൊന്നും പഠിപ്പിക്കണ്ടായിരുന്നു. നമ്മുടെ ഉള്ളിൽ അതുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും വിഗ്രഹങ്ങൾ വെച്ചോണ്ടാ വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്തോ ഈ വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കാൾ ഉപരിയായി ഈ ലോകത്തിന്റെ ചിന്തയോ ധനത്തിന്റെ ചിന്തയോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ നശിച്ചു പോകുന്നതാ. ഈ 70 വർഷത്തിനകം അല്ലെങ്കിൽ 80 വർഷത്തിനകം ഇട്ടേച്ച് നമ്മളെല്ലാം ബൈ ബൈ പറയേണ്ടവരാ. പക്ഷെ നമ്മുടെ യാത്ര തുടങ്ങുന്നത് ഇത് ശേഷമാന്നുള്ള ബോധം നമുക്ക് എപ്പോഴും വേണം. ഈ 80 years കഴിഞ്ഞിട്ടാ, അല്ലെങ്കിൽ അതെ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം ബുദ്ധിമാൻ എന്ന് വിളിച്ച ഒറ്റ കൂട്ടരേ ഉള്ളൂ. ആരെയാ? ദൈവത്തെ അന്വേഷിക്കുന്നവരെ മാത്രമാണ് വയ്ക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് കൊലോസ്യർ 3:1 പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിച്ചോളാന് എന്ന് വളരെ ഉണ്ട്. ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ എല്ലാം മരിപ്പിച്ചാ കൊണ്ട് അവിടെ കുറച്ച് അവയവങ്ങളുടെ ലിസ്റ്റ് നമുക്കറിയാം. അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ അതെല്ലാം വിട്ട് നിങ്ങള് കർത്താവ് നോക്കുന്ന ഉടനെ നമുക്ക് കൊലോസ്യർ 3-ാം അധ്യായത്തിലാണല്ലോ അത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ വേദഭാഗം ഒന്ന് നോക്കി വെച്ച് പോകാം. നിങ്ങൾ 5-ാം വാക്യം, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. എന്നിട്ട് 12-ാം അധ്യായത്തിൽ പറയുന്നു, വിശുദ്ധരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്ന് ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. മനസ്സിലായോ? അത് മസ്റ്റാണ്. ദൈവസന്നിധിയിൽ വരുന്നതിന് മുമ്പ് ഒരു നിരപ്പ് പ്രാപിച്ചതിന് ശേഷം മാത്രമേ വിടേണ്ടതൊക്കെ വിട്ടിട്ട് ആരോടെങ്കിലും ക്ഷമയൊക്കെ പറയാനുണ്ടെങ്കിൽ ഹൃദയം കൊണ്ട്
നമ്മൾ എന്തെങ്കിലും അവരെ പറഞ്ഞു പോയിട്ടെങ്കിൽ നമ്മളങ്ങ് ക്ഷമ പറഞ്ഞിട്ട്, കർത്താവേ എന്റെ അറിവില്ലായ്മ ഉണ്ടാ, കാരണം നമുക്ക് ഈ ലോകത്തിൽ ഷോർട്ട് ലൈഫാ, നമുക്ക് നമുക്ക് ജീവിക്കാൻ ഇത്രത്തെ കാര്യങ്ങളെ മതി. പക്ഷെ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്തതിന്റെ ഒരു, തീർച്ചയായിട്ടും ദൈവം നമ്മളോട് നോക്കും, നമ്മുടെ ഈ ആറ്റിറ്റ്യൂഡ് നോക്കും. അതനുസരിച്ച് തന്നെയായിരിക്കും അതിന്റെ ഫലം. അതായത് ദൈവത്തിന്റെ ആ, നമുക്ക് എപ്പോഴും അറിയാം ദൈവത്തിന്റെ സ്വഭാവം. 24 മണിക്കൂർ നമ്മൾ ആ പ്രാർത്ഥന, നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന തന്നെ ചൊല്ലുന്നതാ. അതിനകത്ത് എന്ത് പറയാം, നിന്റെ രാജ്യം വരണേ എന്ന് പറയുന്നുണ്ട്, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ കാണുന്നുണ്ട്. എല്ലാവർക്കും പ്രാർത്ഥന അറിയാം, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം. മോളെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്, ഈ പ്രാർത്ഥനയായി പണ്ടൊക്കെ പറയുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ എങ്ങാണ്ട് ഒരിക്കൽ പോയപ്പം മോള് പ്രാർത്ഥിക്കുന്നു അങ്ങാണ്ട് പറഞ്ഞപ്പം ആ കുഞ്ഞു ഇതാ പ്രാർത്ഥിച്ചത്. പക്ഷേ നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം 24 അവേഴ്സും മറ്റു കാര്യങ്ങളെല്ലാം മുഴുകിയിട്ട് എന്നിട്ട് ഈ പ്രാർത്ഥനയും പഠിച്ചിട്ട് കഴിഞ്ഞ ആഴ്ച നമ്മുടെ ബിജു ശ്രമാത്തം അലക്കുന്നതെന്ന് പറഞ്ഞിട്ട് കിടന്നു കഴിഞ്ഞാൽ എന്താ ഇല്ലയോ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതുപോലെ ഈ പ്രാർത്ഥന, ഈ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെങ്കിലും എന്നത് ഒരു അല്പമെങ്കിലും ഒരു ധാരണ ഉണ്ടായിരിക്കണം നമ്മുടെ മനസ്സിൽ. എന്നിട്ട് വേണം പറയേണ്ടത്, നിന്റെ രാജ്യം ഇങ്ങോട്ട് വരണേന്ന്. ആ രാജ്യത്ത് നടക്കുന്ന കാര്യം, ആ രാജ്യത്ത് ദൈവത്തിന് എന്താണ് ഇഷ്ടമെന്നൊരു ധാരണയുണ്ടിട്ടേ ഇത് പ്രാർത്ഥിക്കാവൂ. അല്ലാതെ അവിടെ ഇവിടുത്തെ ഈ കാര്യങ്ങളൊന്നും അവിടെ ഇല്ലെന്നുള്ള ഒരു ധാരണ തന്നെ. പണ്ട് മിനിസിസ്റ്ററാന്ന് തോന്നുന്നു, ഒരു ഡോക്യുമെന്റ് ഒരെണ്ണം എല്ലാവർക്കും ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞു. ഒരുത്തന് ആകർഷിക്കപ്പെട്ട് നരകത്തിന്റെ വാതിക്കൽ ചെന്നിട്ട് പിന്നെ തിരിച്ചു വന്നതിന്റെ കണ്ടും. അന്നേരം അങ്ങനത്തെ ഇതാ നമ്മൾ എന്താ നമ്മുടെ ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് നമുക്കൊരു ബോധം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ പറയുന്ന യെഹെസ്കേൽ പ്രവചനം 14-ാം അധ്യായത്തില് പറയുന്നുണ്ട്, ഞാൻ വായിക്കാം. അത് കർത്താവ് യെഹെസ്കേൽ പ്രവാചകനോട് പറയുന്നതാണ്, ഇസ്രയേൽ മൂപ്പന്മാരിൽ ചിലർ എന്റെ അടുക്കൽ വന്ന് എന്റെ മുമ്പിൽ ഇരുന്ന്, അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, ഈ പുരുഷന്മാർ തങ്ങളുടെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ച് തങ്ങളുടെ അകൃത്യഹേതു തങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവർ ചോദിച്ചാൽ ഞാൻ ഉത്തരം അരുളുമോ? അന്നേരം അവരുടെ ഉള്ളത്തിൽ ഇരിക്കുന്ന അവര് ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ദൂരത്തു നിന്നേ അവരുടെ നിരൂപണങ്ങളെ അറിയുന്ന ദൈവം പറയുക, ഇവര് ചോദിച്ചാൽ ഇവർക്ക് എന്തെങ്കിലും കിട്ടുമോ എന്ന് വളരെ വ്യക്തമാണ്. നമ്മുടെ അറിഞ്ഞോ അറിയാതെയോ, അതായത് കർത്താവിന്റെ ആത്മാവിനാൽ വീണ്ടും ജനനം പ്രാപിച്ചു വന്നിരിക്കുന്ന നമ്മള്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാന്നൊക്കെ പറയുന്നു. സ്വർഗത്തിലാ. നമുക്കൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുവിശേഷങ്ങൾ പറയാനായിരിക്കും നമുക്ക് താല്പര്യം. അതിന് സ്വർഗത്തിൽ നമുക്ക് പൗരത്വം ഉണ്ടെങ്കിൽ നമ്മൾ സ്വർഗത്തിലെ കാര്യങ്ങളായിരിക്കും പറയുന്നത്. പക്ഷെ നമ്മൾ അതല്ല പറയുന്നത്. നമ്മൾ പറയുന്നതെല്ലാം അല്ലെങ്കിൽ ആ വസ്തുവിന്റെ കാര്യവും ആ വീടിന്റെ കാര്യവും മറ്റേ വീടിന്റെ കാര്യമൊക്കെ എവിടുത്തെയാ? ഇന്ന് 70 വർഷത്തെ കാര്യങ്ങളായിരിക്കും നമുക്ക് പറയാനുള്ളത്. പക്ഷെ കർത്താവ് അതല്ല പറയുന്നത്. എന്റെ മക്കളെ, എന്റെ ആത്മാവിനാൽ ജനിക്കപ്പെട്ട എന്റെ മക്കള് എന്റെ വിശേഷങ്ങൾ പറയണോ? നിങ്ങൾ ആ സ്വഭാവം നിങ്ങൾ പറയണം. അതാണ് നിങ്ങൾ നിങ്ങളുടെ നാവിൽ നിന്ന് നിങ്ങളുടെ അവിടെ പണിഞ്ഞതും നിങ്ങളുടെ ആ ലോകത്തിൽ നിന്ന് വാരിക്കുട്ടിയ ഒരു കാശിനും ചപ്പും ചവറും എണ്ണേണ്ട കാര്യങ്ങൾ. പൗലോസപ്പോസ്തലൻ ഇതൊക്കെ ഞാൻ ചപ്പും ചവറും എണ്ണുന്നു. ഞാൻ ചില കാര്യങ്ങൾ, അതായത് ചില കാര്യങ്ങൾ പിന്നിലുള്ളത് മറന്നേച്ച് എന്റെ മുന്നിലുള്ള ഓട്ടം ഞാൻ ഇതിനു വേണ്ടി ഓടാൻ വേണ്ടി, അതായത് ലക്ഷ്യം തെറ്റാതെ ഓടാൻ നമുക്ക് ഇതൊക്കെ ചിലത് മറക്കേണ്ടിയിരിക്കണം. മറന്നെങ്കിൽ മാത്രമേ നമ്മുടെ മുന്നിൽ ഓട്ടം ഓടാൻ പറ്റുകയുള്ളൂ. വളരെ വ്യക്തമായിട്ട് അവിടെ നമ്മളെ ഓർപ്പിക്കുകയാണ്. പിന്നെ 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 ഒരു കാര്യം നമ്മൾ അന്നേരം നമ്മുടെ എപ്പോഴും നമ്മൾ ഓർക്കണം, നമ്മുടെ കർത്താവിന് 2 തരം സ്വഭാവമുണ്ട്. നമുക്കറിയാമല്ലോ. 2 സ്വഭാവം എന്ന് പറഞ്ഞാൽ, ദൈവം നമുക്ക് പകരപ്പെട്ട സ്വഭാവമുണ്ട്, ചിലത് പകരപ്പെടാത്ത സ്വഭാവങ്ങളുണ്ട്. പകരപ്പെടാത്ത പറഞ്ഞാൽ ദൈവം സർവജ്ഞാനി, സർവ്വവ്യാപി, സകലത്തിന്റെ സൃഷ്ട എല്ലാം, അതെല്ലാം ദൈവം ആർക്കും അത് ദൈവത്തിന്റെ മാത്രം പരമാധികാരത്തിൽപ്പെട്ട കാര്യമാണ്. പക്ഷെ പകരപ്പെട്ട സ്വഭാവങ്ങളാണ് ദയ, ദീർഘക്ഷമ, പരോപകാരം, വിശ്വസ്തത. ഇതെല്ലാം മക്കൾക്ക് കൊടുത്തല. നമ്മൾ ദിവസവും ഈ ദൈവത്തിന്റെ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ഇതിന്, അതുപോലെ ദിനംതോറും നമ്മൾ അനുരൂപപ്പെടണം ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ പറയുന്നല്ലോ, ദൈവം തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചെന്ന്. എന്തോ സ്വരൂപം എന്ന് ഉദ്ദേശിക്കുന്നത്? ദൈവം ആത്മാവാ. പക്ഷെ ദൈവത്തിന്റെ ഈ ആത്മസ്വരൂപത്തിലാണ് ആദാമിനെ സൃഷ്ടിച്ചത് ആദ്യം. ഈ ആത്മസ്വരൂപത്തിൽ നമ്മൾ ആ ദൈവത്തിന്റെ ആത്മസ്വരൂപത്തോടെ ദിനംതോറും നമ്മള് വളർന്നു വരണം. ക്രിസ്തു എന്ന തലയോളം വളരണം ദൈവം ആഗ്രഹിക്കുന്നു.
അതായത് പെയ്ത മഴ മുഴുവനും കുടിച്ചേച്ച്, എബ്രായ ലേഖനം ഓർക്കുന്ന പെയ്ത മഴ മുഴുവനും കുടിച്ചേച്ച് അത് അതെ മുള്ളും പറക്കാരെ നമ്മൾ മുളപ്പിക്കുന്നവരാകാതിരിപ്പാന്തക്കണം. നമ്മളെപ്പോഴും നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ പലപ്പോഴും നമ്മുടെ കൃപ ചോർത്തിക്കളയുന്നത് നമ്മുടെ നാവ. മനസ്സിലായോ? നമ്മുടെ നാവ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ചിന്തകളാണ്. നമ്മൾ ചിന്തകളാകുന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോട് അങ്ങ് ക്ഷമ ചോദിച്ചാൽ മതി. നമുക്ക് കർത്താവേ ഞാൻ ഇനി ആവർത്തിക്കത്തില്ല, ക്ഷമിക്കണമേ നമുക്ക് ചോദിക്കാം. പക്ഷെ മറ്റേതാകുന്നോണെ നമ്മൾ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ ആ പുള്ളിയോട് ആ വ്യക്തിയോട് നമ്മൾ നിരപ്പ് പ്രാപിക്കണം. നമ്മൾ എന്നിട്ട് വേണം നമ്മൾ ദൈവസന്നിധി വന്ന് മുട്ടുകുത്തുവാൻ. നമ്മൾ എപ്പോഴും അത് ഓർക്കണം. അന്നേരം ദൈവത്തിന്റെ അനുരൂപമായി പുതു മനുഷ്യനെ നമ്മൾ ധരിച്ചിരിക്കുന്നു. ദിനംതോറും നമ്മള് ഈ സ്വരൂപത്തോട് നമ്മൾ അനുരൂപപ്പെടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. നമുക്കറിയാം, നമുക്ക് ഈ 10-ാം അധ്യായത്തിലോട്ടൊന്ന് നോക്കാമല്ലോ. അതിനകത്താണെങ്കിൽ നമ്മുടെ കൊർന്നല്യോസിന്റെ സ്വഭാവങ്ങളായിരുന്നു. നല്ല സാക്ഷ്യമുള്ള ഒരു വ്യക്തിയാ, ഭക്തനായിരുന്നു, സകല ഗ്രഹത്തോടും കൂടെ 2-ാം വാക്യത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു, ജനത്തിന് വളരെ ധർമ്മം കൊടുക്കുന്നവനായിരുന്നു, പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ഈ ഇത്രയും ക്വാളിറ്റി ഉള്ളൊരു മനുഷ്യനോടാണ് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി. ശരിക്കും നോക്കിയാൽ ഇതിൽ കൂടുതൽ എന്തോ ക്വാളിറ്റി വേണം? ഇതിൽ കൂടുതൽ എന്തോ ക്വാളിറ്റി വേണം? ഇന്ന് അല്ല, ഞാൻ പറയുക, പിന്നെയും ഇങ്ങനൊരു അരുളപ്പാട് ദൈവസന്നിധിയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞപ്പോ തന്നെ കൊർന്നല്യോസ് ഒന്നും മടിച്ചില്ല. ക്ഷണത്തിൽ വിട്ടെന്നാ കടന്നത്. ക്ഷണത്തിൽ. അതായത് അദ്ദേഹം ആരെയാ വിട്ടത്? അവിടെ നിൽക്കുന്ന തന്റെ വേലക്കാരിൽ 2 പേരെയും വിശ്വസ്തൻ, ഒരു ദൈവഭയമുള്ള ഒരു പടയാളിയെയും കൂടെ വിട്ടു. എന്തിനാ ദൈവഭയമുള്ള ഒരു പടയാളിയെ വിട്ടത്? ദൈവഭയമുള്ള ഒരു പടയാളിയെ വിടേണ്ട കാര്യമുണ്ടായിരുന്നു? ആരെങ്കിലും ഒരു പടയാളി വിട്ടത് എന്തുവാന്ന് വെച്ചാല്, ഒരു ദൈവ ഭയമുള്ള വ്യക്തിക്ക് മാത്രമേ മറ്റൊരു ദൈവത്തിന്റെ വാല്യൂ എന്താന്ന് മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ ഉണ്ടല്ലോ, വേണ്ടവണ്ണം ബഹുമാനിക്കത്തില്ല. പത്രോസിനെ അതുപോലെ, കാരണം ദൈവം ഇടവിട്ട് വിളിച്ചോണ്ട് വരുന്ന വ്യക്തിയാ. അന്നേരം അതുപോലെ അതുപോലെ നമുക്കറിയാം. ഈ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം മുട്ടുകുത്തി വണങ്ങുന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. അന്നേരം ഉടനെ തന്നെ ഒട്ടും അമാന്തിക്കാതെ വിട്ടു. നമുക്കറിയാം, അനുസരണം വളരെ ഇമ്പോർട്ടന്റാ. അനുസരണം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റാ. അപ്പോസ്തല പ്രവൃത്തി 8, 9, 10 അധ്യായങ്ങൾ എടുത്തു കഴിഞ്ഞാല് നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ കാണുന്ന സകല മനുഷ്യരും നോഹയുടെ പരമ്പരപ്പെട്ടവരാ. നോഹയുടെ മക്കളുടെ ഇതിൽപ്പെട്ടവരാ. ഈ 3 മക്കളുടെ പരമ്പരയാണ് ലോകത്തിൽ കിടക്കുന്നത്. ഏതൊക്കെയാ? ഹാം, ഷേം, ജാഫത്ത്. ഈ 3 മക്കളാണ് ലോകത്തിൽ ഇന്ന് കിടക്കുന്ന എല്ലാ മനുഷ്യരും. 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എത്യോപ്യൻ ഷണൻ, ഹാം ഗോത്രത്തിൽപ്പെട്ട ആളിന്റെ മാനസാന്തരമാണ് നമ്മൾ അതിനകത്ത് കാണുന്നത്. നമുക്കറിയാം, ആ മനുഷ്യൻ നല്ലൊരു മന്ത്രി തലത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്, ദൈവഭയമുള്ള ഒരു വ്യക്തിയാ. അതുകൊണ്ടാണ് വഴിയാത്രയെ പോലും ദൈവത്തിന്റെ വചനം വായിച്ചുകൊണ്ടിരുന്നത്. അറിയാൻ വയ്യായെങ്കിലും അദ്ദേഹം വായിച്ചുകൊണ്ടിരിക്കുക. എന്തെല്ലാം ബുക്കുകൾ അല്ലെങ്കിൽ കണക്കുകൾ എടുത്ത് നോക്കാം, മന്ത്രിയായിട്ടിരിക്കുന്ന അതൊന്നും നോക്കാതെ ദർശിച്ചു. അന്നേരം അങ്ങനത്തെ ഒരു വ്യക്തി. അത് കഴിഞ്ഞിട്ട് നമ്മൾ 9-ാം അധ്യായത്തിൽ വരുന്നോണെ നമ്മുടെ ശൗൽ എന്ന പൗലോസിന്റെ മാനസാന്തരം. നമുക്കറിയാം, അറിഞ്ഞ സത്യത്തിൽ ശുഷ്കാന്തിയോടെ നിന്നവരാണ്. ന്യായപ്രമാണം സംബന്ധിച്ച് ശുഷ്കാന്തിയുള്ളവരായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ദൈവം വിളിച്ചേർച്ചത്. കൊർന്നല്യോസ് ഒരു ദൈവ ഭയമുള്ള ഒരു വ്യക്തിയായിരുന്നു. ആർക്കും, എത്ര ചുറ്റുമുള്ളവർക്കും എന്ന് പറഞ്ഞാൽ ഇതിന്റെ 22-ാം അധ്യായത്തിൽ പൗലോസ് ഈ പറഞ്ഞ ഈ മനുഷ്യൻ ചെന്നിട്ട് ഇയാളെ കുറിച്ച് സാക്ഷ്യം പറയുന്നത് നീതിമാനും ദൈവഭക്തനും യഹൂദന്മാരുടെ സകല ജാതിയാലും നല്ല സാക്ഷ്യം കൊണ്ടവരുമായ കൊർന്നല്യോസ് എന്ന ശതാധിപന് നിന്നെ വീട്ടിൽ വരുത്തി നിന്റെ പ്രസംഗം കേൾക്കണം എന്ന വിശുദ്ധ ദൂതനാൽ പറഞ്ഞു. അന്നേരം അവരും സാക്ഷ്യം പറയുന്നു. അന്നേരം നമ്മളെ കുറിച്ചൊരു സാക്ഷ്യം, അതായത് ദൈവത്താൽ വിളിക്കപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട നമ്മളെ കുറിച്ച് മറ്റുള്ളവരുടെ സാക്ഷ്യം എന്തായിരിക്കും? എപ്പോഴും നമ്മൾ ഓർക്കണം. നമ്മുടെ വീട്ടിലുള്ളവർക്കായാലും ചുറ്റുപാടുമുള്ളവർക്കായാലും എല്ലാം നമുക്ക് നമ്മളെ കുറിച്ച് തീർച്ചയായിട്ടും ഒരു സാക്ഷ്യം ഉണ്ടായിരിക്കണം. ദൈവം എന്തരളി ചെയ്താലും പൂർണ്ണമായിട്ട് നമ്മൾ അനുസരിക്കണം. നമ്മളെ കുറിച്ച് മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും ഒരു സാക്ഷ്യം ഉണ്ടായിരിക്കണം. ഇവിടെ നമുക്കറിയാം, ഇത്രയും ദൂരം 4 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഏകദേശം 4 നാൾ, കാരണം 4 നാളുണ്ടെന്ന് 30-ാം വാക്യത്തിലുണ്ട്. കാരണം കൊർന്നല്യോസ് എന്ന് പറയുന്നത് 4-ാം നാൾ ഈ നേരത്ത് ഞാൻ വീട്ടിൽ 9-ാം മണി നേരത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ അരുളപ്പാടുണ്ടായതെന്ന് പറഞ്ഞു. ആ അനുസരിച്ച് കഴിഞ്ഞപ്പോഴാണ്
ദൈവം പത്രോസിനോട് ഇടപെടുന്നത്. നമ്മളുടെ അനുസരണം അനുസരിച്ചാണ് ദൈവം അടുത്ത സ്റ്റെപ്പിലോട്ട് കാര്യങ്ങളെ നിർത്തുന്നത്. കാരണം കൊർന്നല്യോസ് ഇവിടെ അനുസരിച്ചപ്പോൾ മറ്റേ പത്രോസ് എത്രാം മണി നേരം നോക്കിക്കേ ഇവിടെ അവിടെ ഈ ഈ കൊർന്നല്യോസ് പ്രാർത്ഥിക്കാൻ കയറി എത്ര മണിക്കാ? അവിടെ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. 9 മണി നേരത്ത് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ആരാ ഈ നമ്മുടെ ആരാ ഈ കൊർന്നല്യോസ് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അതാ തലേ ദിവസം എന്നാന്ന് വെച്ചാൽ യാത്ര ഇയാൾ പോകുന്നതിന്റെ മുമ്പാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയം. ഇവിടെ പത്രോസ് കൊർന്നല്യോസ് അയച്ചോര് ചെല്ലുന്നതിന് ആ ദിവസം 6 മണി നേരത്ത് പ്രാർത്ഥിക്കാൻ സമയത്താണ് നമുക്കറിയാലോ യാമങ്ങൾ നമ്മളറിയാം 4 യാമങ്ങൾ. മണി നേരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 മണി നേരം, 6 മണി നേരം, 9 മണി നേരം, 12 മണി നേരം, ഇങ്ങനെയാണ് നാല് അങ്ങനെയാണ് നമ്മൾ തിരിച്ചേക്കുന്നത്. ഡേ ടൈമിനെ അങ്ങനെ രാത്രി യാമത്തിൽ നമുക്കറിയാം, നമുക്കറിയാം അതും നമ്മള് 4 യാമങ്ങളായിട്ട് തിരിച്ചേക്കുന്നത്. അന്നേരം ഇവിടെ പത്രോസ് പ്രാർത്ഥിക്കാൻ കയറി. അതായത് കൊർന്നല്യോസ് അനുസരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അനുസരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മളെപ്പോഴും ഓർക്കണം. അതായത് നമ്മളോട് ദൈവം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ലോജിക്ക് ഒന്നും നോക്കരുത്. ഇത്രയും ദൂരം ഉണ്ടല്ലോ കർത്താവേ, അല്ല പൗലോസ് നമുക്കറിയാം എത്യോപ്യൻ ഷണ്ണന്റെ അടുത്തേക്ക് ഗസായ് അങ്ങോട്ട് പോകും, നിർജ്ജന പ്രദേശത്തേക്ക് പോകുന്നില്ല, തിരക്ക് ബിസിയായിട്ട് ഒരു ദൈവദാസനെയാ വിട്ടേക്കുന്നത്. വളരെ തിരക്കല്ല, ഒത്തിരി പേര് മാനസാന്തരം, ആയിരക്കണക്കിന് ആളുകൾ ഡെയിലി മാനസാന്തരപ്പെടുന്നു. അയ്യോ എത്ര പേരാ വന്നത്. പക്ഷെ ദൈവത്തിന് അതൊന്നും അല്ല. ഒരു ഭൂഖണ്ഡം മുഴുവനും സുവിശേഷം അറിയിക്കേണ്ട ഒരു വ്യക്തിയാണ് യാത്ര ചെയ്യുന്നത്. മനസ്സിലായോ? ശമരിയെ തന്നെയല്ല, ഭൂഖണ്ഡം മുഴുവനും, ആഫ്രിക്ക മുഴുവനും സുവിശേഷം അറിയിക്കേണ്ട ഒരു വ്യക്തി യാത്ര ചെയ്ത്, നീ ഓടിക്കോ, നിർജ്ജന പ്രദേശത്തോട്ട് ഓടിക്കോ. പക്ഷെ ഒരു ന്യായീകരണവും പറഞ്ഞില്ല ഫിലിപ്പോസ്. ഉടനെ തന്നെ ഓടി അവിടേക്ക് പോയി. അന്ന് ആ മനുഷ്യൻ യാത്രയിൽ തന്നെ കർത്താവിനെ അറിയാനിടയായി. ഇവിടെ കൊർന്നല്യോസിനോട് ഇടപെട്ടപ്പോൾ ക്ഷണത്തിൽ തന്നെ കിട്ടു. ഈ സമയത്ത് ഇവര് പോയപ്പോൾ ഇയാൾ എന്തോ ചെയ്തു? കൊർന്നല്യോസ് തന്റെ ആളുകളെയും അയലത്തുള്ളവരെയും തന്റെ ബന്ധുക്കളെയും സ്നേഹിതരെ എല്ലാം വിളിച്ച് അവിടെ കാത്തിരിക്കുകയാണ്. പത്രോസ് അപ്പോസ്തലൻ വന്നോടെ അവിടെ കമിഴ്ന്ന് അങ്ങ് വീഴുവാണ്. ആരാ? കാരണം ഒരു ദൈവദൂതനെ അത്രേ അറിവേ അദ്ദേഹത്തിനുള്ളൂ. അതെ, പക്ഷെ അപ്പോഴേ പറഞ്ഞു, ഞാൻ വെറും ഒരു മനുഷ്യനാ, ഞാൻ വെറും ഒരു മനുഷ്യനാ എന്ന് പറഞ്ഞ് ഉടനെ അവർക്ക് അവിടെ അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കുന്നു. എതിരേറ്റ്, അതായത് നമുക്ക് അവിടെ കാണാൻ പറ്റും 25-ാം വാക്യത്തില്, പത്രോസ് അകത്ത് കയറിയപ്പോൾ കൊർന്നല്യോസ് എതിരേറ്റ് അവന്റെ കാൽക്ക് വീണ് നമസ്കരിച്ചു. പത്രോസോ, എഴുന്നേൽക്ക, ഞാനും ഒരു മനുഷ്യനത്രേ എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു. നമ്മള് അതും ചോദനയാണ്. അറിയാതെ വല്ലവരും വന്ന് നമ്മളെ ഒന്ന് കുമ്പിട്ട് കഴിഞ്ഞാൽ ഉടനെ പറഞ്ഞു കൊടുത്തേക്കണം, അയ്യോ നമ്മള് അയ്യോ കുമ്പിട്ടോ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കല്ല, പറഞ്ഞ് മനസ്സിലാണം. നിങ്ങളെ പോലൊരു മനുഷ്യനാ, പക്ഷെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഭാഗ്യം കിട്ടി, ഈ ദൈവത്തെ അറിയാൻ ഭാഗ്യം കിട്ടി എന്ന് പറഞ്ഞ് ഈ ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അവിടുന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ ഇതിനകത്ത് കാണുന്നതുണ്ട്. അവിടെ വന്ന് ഒരുക്കത്തോടിരിക്കുന്ന ആ വാക്യം നമുക്ക് ഒന്നുകൂടെ വായിക്കാം. ക്ഷണത്തിൽ ഞാൻ നിന്റെ അടുക്കൽ അയച്ചു, നീ വന്നത് ഉപകാരം, കർത്താവ് നിന്നോട് കൽപ്പിച്ചോക്കേ ഞങ്ങൾ എല്ലാവരും ഇവിടെ കർത്താവ് കൽപ്പിച്ചൊക്കെയും കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിന് മുമ്പാകെ കൂടിയിരുന്നു എന്ന് പറഞ്ഞു. അന്നേരം നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ദൈവസന്നിധിയില് നമ്മുടെ കർത്താവിന്റെ പാദപീഠത്തില. കർത്താവെ, ഞങ്ങൾക്ക് ഈ ഒരുക്കം വേണം. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ടതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ അതെന്തൊക്കെയുണ്ടോ, ദൈവത്തെക്കാൾ ഉപരി വിഗ്രഹമായിട്ട് സൂക്ഷിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോവാൻ തക്കണം. കർത്താവ് അത് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്കൊന്ന് മാത്രം മതി. ഞങ്ങൾ പലപ്പോഴും ഹല്ലേലൂയ, ഞങ്ങൾ ഈ ലോകത്തിലെ ഇവിടെ ഇത് നമ്മൾ പറയുമല്ലോ, ഉത്തരത്തിരിക്കുന്നതും വേണം, അല്ല കക്ഷത്തിൽ ഇരിക്കുന്നതും വേണം, അത് രണ്ടും വേണമെന്ന് ആഗ്രഹിക്കുന്നവര്. അതല്ല, നമ്മുടെ എല്ലാത്തിലും നമ്മുടെ കർത്താവ് മതി നമുക്ക്. അതാ നല്ലത്. ഇനി നമ്മുടെ ലോകത്തിന്റെ സംഭവങ്ങളെല്ലാം വിളിച്ചറിയിക്കും നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു എന്നുള്ളതാ. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. നിങ്ങൾ അതിന് എവിടെ ആയാലും എന്തുവായാലും അതാണ് നമുക്ക് പ്രധാനം. നമ്മുടെ കർത്താവിന് വേണ്ടി നമ്മൾ ചെയ്യണം. കർത്താവിന് വേദന വരുന്ന ഒന്നിലും നമ്മൾ അകപ്പെടരുത്. നമ്മൾ എപ്പോഴും ഓർത്തോണം, നമ്മൾ അലേർട്ടാകണം. ചിലപ്പം നമ്മളൊരു തീരുമാനമെടുത്ത് കഴിയുന്നോണയായിരിക്കും നമുക്ക് ചിലപ്പം
പ്രലോഭനങ്ങൾ വരുന്നത്. പ്രലോഭനം വരുമ്പന്ന് വെച്ചാൽ ചിലപ്പം സ്ഥാനമാനങ്ങളായിരിക്കും വരുന്നത്, ചിലപ്പം പണമായിരിക്കും വരുന്നത്. നമ്മൾ അതൊക്കെ കണ്ടൊഴിഞ്ഞോണം. നമുക്ക് ഹിതമില്ലാത്തതും ദൈവത്തിന് ഹിതമില്ലാത്തതിലൊന്നും നമ്മൾ അകപ്പെടരുത്. നമ്മൾ എപ്പോഴും ഓർത്തണം. അതുപോലെ നമ്മുടെ കൃപ ചോർത്തും നമ്മുടെ നാവിനെ നമ്മൾ എപ്പോഴും നമ്മൾ സൂക്ഷിച്ചോണം. നമ്മൾ എപ്പോഴും ഓർത്തോണം. അല്ലെങ്കിൽ അതുപോലെ കർത്താവ് എന്തള്ളി ചെയ്താലും ദൈവസന്നിധി നമ്മൾ, കർത്താവെ നീ പറയുന്ന പോലെ ഞാൻ ചെയ്തോളാം, ഞാൻ അത് ചെയ്തോളാം. അത് നമുക്ക് അനുഗ്രഹമാകുക തന്നെ ചെയ്യും. ഇവിടെ അതിനുവേണ്ടി ഒരുക്കമുള്ള ജനത്തെ നമുക്കറിയാം. വചനം കേട്ടവരുടെ മേല് ദൈവത്തിന്റെ ആ ശക്തി വന്നതായിട്ട് വന്നു. നമ്മൾ അത്തരം ദൈവം അന്നും ഇന്നും മാനിക്കുന്നത് തന്നെ അനുസരിക്കുന്നവർക്ക് വേണ്ടി പകർന്നു കൊടുക്കും. അത് കർത്താവിന്റെ വാഗ്ദത്തമാ. കർത്താവിന്റെ വാഗ്ദത്തമാ. തന്നെ അനുസരിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് അത് പകർന്നു കൊടുക്കുക തന്നെ ചെയ്യും. അത് അത് നമുക്ക് ഇന്ന് ആർത്തിയോടെ ദൈവസന്നിധി നമ്മൾ വന്നിരിക്കുകയാണല്ലോ. തീർച്ചയായും ആർത്തിയുള്ള ജനത്തെ നിറയ്ക്കാൻ, അതായത് ഹല്ലേലൂയ ആഗ്രഹിക്കുന്നവരെ നിറയ്ക്കാൻ ദൈവം ശക്തനാ. നമ്മുടെ മധ്യേ നമ്മുടെ കർത്താവ് വന്നിട്ടുണ്ട്. തീർച്ചയായും ഇന്നൊരു അത്ഭുതം ചെയ്യുന്നേ. നമ്മൾ എല്ലാവരും ഇന്ന് എല്ലാവർക്കും ഇന്ന് കർത്താവ് കൃപാവരങ്ങളാൽ നിറയട്ടെ. നമുക്ക് എല്ലാവർക്കും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി തിരുവാൻ തൊക്കണം. നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന വാക്കുകളോടെ ഞാൻ